വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ എല്ലാ മാസവും ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന ടോപ്പ് 10 സെല്ലിംഗ് കാർസുകൾ ഏതൊക്കെയെന്നും അതുപോലെ തന്നെ ടോപ്പ് 10 സെല്ലിംഗ് ബ്രാൻഡുകൾ ഏതൊക്കെയെന്നുള്ള വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമാണ്. അപ്പോൾ നമ്മൾ ജൂലൈ മാസത്തിൽ വിറ്റ ടോപ്പ് 10 സെല്ലിംഗ് കാർസുകൾ ഏതൊക്കെയെന്നുള്ള വീഡിയോ ആണ് ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പ് 10 സെല്ലിംഗ് കാർസ് ഏതൊക്കെയെന്ന്, അതായത് ജൂലൈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളൊരു ഗിവ് അവേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ല ഇവിടെ ഐ ബട്ടൺ കൊടുത്തിരിക്കുന്നത് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ആ ടോപ്പ് 10 സെല്ലിംഗ് കാർസ് ഏതൊക്കെയാണ് നോക്കുക. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ടോപ്പ് 10 സെല്ലിംഗ് കാർസിൽ ആ കാർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് ഈ നേരെ ആ ടോപ്പ് 10 സെല്ലിംഗ് കാർസ് ഏതൊക്കെയെന്ന് നോക്കിയിട്ട് വരാം. ടോപ്പ് 10 സെല്ലിംഗ് കാർസിൽ 10ാം സ്ഥാനത്തുള്ളത് മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ്. 11,647 യൂണിറ്റ് വാഹനങ്ങളാണ് ജൂലൈ മാസം ഡിസയർ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 9ാം സ്ഥാനത്ത് മാരുതി സുസുക്കി ഈക്കോയാണ്. 11,916 യൂണിറ്റ് വാഹനങ്ങളാണ് ഈക്കോ കഴിഞ്ഞ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 8ാം സ്ഥാനത്ത് മഹേന്ദ്രയുടെ സ്കോർപിയോ ആണ്. 12,237 യൂണിറ്റ് വാഹനങ്ങളാണ് സ്കോർപിയോ കഴിഞ്ഞ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 7ാം സ്ഥാനത്ത് ടാറ്റ നെക്സോൺ ആണ്. 13,902 യൂണിറ്റ് വാഹനങ്ങളാണ് ജൂലൈ മാസം ടാറ്റ നെക്സോൺ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 6ാം സ്ഥാനത്ത് മാരുതി സുസുക്കി ബ്രസയാണ്. 14,676 യൂണിറ്റ് വാഹനങ്ങളാണ് ജൂലൈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 5ാം സ്ഥാനത്ത് മാരുതി സുസുക്കി എർട്ടിഗയാണ്. 15,701 യൂണിറ്റ് വാഹനങ്ങളാണ് എർട്ടിഗ ജൂലൈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 4ാം സ്ഥാനത്ത് ടാറ്റ പഞ്ചാണ്. 16,121 യൂണിറ്റ് വാഹനങ്ങളാണ് ടാറ്റ പഞ്ച് ജൂലൈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് മാരുതി സുസുക്കി വാഗണറാണ്. 16,191 യൂണിറ്റ് വാഹനങ്ങളാണ് വാഗണർ ജൂലൈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. 16,854 യൂണിറ്റ് വാഹനങ്ങളാണ് സ്വിഫ്റ്റ് ജൂലൈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് ഹ്യുണ്ടയുടെ ക്രെറ്റയാണ്. 17,350 യൂണിറ്റ് വാഹനങ്ങളാണ് ജൂലൈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈ മാസം വിറ്റിട്ടുള്ള ടോപ്പ് 10 സെല്ലിംഗ് കാർസ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ യൂണിറ്റ്സ് കാര്യങ്ങളൊന്നും നോക്കണ്ട. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം ചിലപ്പോൾ ഈ ടോപ്പ് 10 സെല്ലിംഗ് കാർ കാണത്തില്ല. ചിലപ്പോൾ 15 20 ഒക്കെ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വാഹനത്തിൽ ചിലപ്പോൾ പവർ കൂടുതലായിരിക്കും, ചിലപ്പോൾ ഫീച്ചർ കൂടുതലായിരിക്കും ഈ ടോപ്പ് 10 സെല്ലിംഗ് കാർസിനെ കാണും. അതുകൊണ്ട് അതിലൊന്നും ഓർത്താരും വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ അതുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.